എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ നാളത്തെ കഥയിൽ കട്ട കലിപ്പോട് കൂട്ടിയിട്ട് രാജീവ് സുധീഷിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ് നിധിയോട്. എന്നാലും അവൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ. പണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ കണ്ണു മഞ്ഞളിച്ചു പോയി. നിന്നെയും ചതിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോയില്ലേ. അവന്റെ സ്വഭാവം ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. അവൻ വെറും ഒരു ഡ്രൈവർ അല്ലേ. എന്നിട്ടാണ് എൻ്റെ മോള് അവനോടൊപ്പം ഇറങ്ങിപ്പോയത്. ഇപ്പം മനസ്സിലായില്ലേ അവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം. നിധി പറഞ്ഞു, അല്ലച്ച ഒരിക്കലും സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും നിനക്ക് അവനെ വിശ്വാസമല്ലേ? ഞാൻ പറയുന്നൊന്നും വിശ്വാസം വരുന്നില്ലല്ലേ? അവനെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവോ? ഇനിയിപ്പോൾ അവനെ അന്വേഷിക്കാനായിട്ട് ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അവൻ ആ പണം കൊണ്ട് മുങ്ങിയത് തന്നെയാ. മോളെ നീ ഒരു കാര്യം ചെയ്യുക, രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. പണം പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. ഹേമ പറഞ്ഞു, അതെ രാജീവേട്ടാ, നമ്മുടെ മോള് രക്ഷപ്പെട്ടല്ലോ, പണം അവൻ കൊണ്ടുപോയിക്കോട്ടെ. അവന് പണമൊക്കെ ആയിരുന്നു വേണ്ടത്. എൻ്റെ മോളെ അവന് വശീകരിച്ചെടുത്തത് പോലും അതിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ. പക്ഷെ നമ്മുടെ മോൾ അത് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, സുധീഷ് ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ നിന്റെ തോന്നലാ. നിന്നോട് അവൻ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. ചക്കരെ തേനെ പാലയെന്നൊക്കെ വിളിച്ച് നിന്നെ വശീകരിച്ചെടുത്തുകൊണ്ട് നിനക്ക് അവൻ്റെ കള്ളത്തിനൊന്നും മനസ്സിലായില്ല. ഒരവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അവൻ എന്താ ചെയ്തേന്ന്. മോളൊരു കാര്യം ചെയ്യുക, ഇനി അവൻ്റെ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിന്നാൽ മതി, ഞങ്ങളോടൊപ്പം നിന്നാൽ മതി. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, നല്ലൊരു ഭാവി ഉണ്ടെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അത് പറ്റില്ല അച്ഛാ, എനിക്ക് പോകണം. എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ജോലിക്ക് കയറണം എന്ന് പറഞ്ഞു. മോളെ ഇവിടെ നിന്നാലും നിനക്ക് ജോലി കിട്ടുമല്ലോ. ഞാൻ നിനക്ക് നല്ല ജോലി വാങ്ങിത്തരാം. നീ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. അല്ല അതച്ഛാ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഞങ്ങളുടെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാജീവ് ഭയങ്കരമായിട്ട് ശോഭിക്കുകയൊക്കെ ചെയ്യണം. അത് കണ്ടപ്പത്തിന് ഹേമ വന്നിട്ട് പറഞ്ഞു, എന്താ രാജീവേട്ട ഇങ്ങനെ? ഇത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ, ഒത്തിരി സ്ട്രെസ് എടുക്കരുതെന്ന്, BP കൂടും, അങ്ങനെ പല പല പ്രശ്നങ്ങളും അല്ലേ ഉള്ളതല്ലേ. കുറച്ച് വെള്ളം കുടിക്കാനും പറഞ്ഞ് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. നിധിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു, എല്ലാവരും ഒന്ന് കുറ്റപ്പെടുത്തുന്നു. കാരണം സുധീഷ് അങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കാനായിട്ട് നിധിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ നിധി സങ്കടപ്പെട്ട് മുറിയിലേക്ക് കയറി പോവാണ്. ആ സമയത്ത് ഹരീഷും നികേഷ് സുഭാഷും ഒക്കെ സുധീഷിനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. എവിടെ എന്താണെന്നൊരു വിവരമില്ല. എവിടെ പോയി അന്വേഷിക്കാനായിട്ടാ? എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ പോയി അന്വേഷിക്കാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് ദൂരം കൂടെ വന്നു കഴിഞ്ഞിട്ട് അവരോട്, ഇനിയിപ്പം നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? ഇതേ നമ്മൾ തക്കലയിലെത്തി, ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, അതും അറിയത്തില്ല, നമുക്ക് നോക്കാം, എന്തേലും ഒരു വഴി തെളിയാതിരിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഹരീഷിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. നീതുവാണ് വിളിക്കുന്നത്. ഇവളെന്തിനാ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ കുറേ രാത്രി തന്നെ കണ്ടിന്യൂസിൽ വിളിച്ചുകൊണ്ടിരിക്കുക. ഹരീഷ് പറയുന്ന ഒന്നും അവളുടെ തലയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഹരീഷ് ഫോണുമായിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എന്താടി നീ എന്തിനാ വിളിച്ചേ? ഹരീഷേട്ടൻ എന്താണ് മുമ്പ് കോള് കട്ട് ചെയ്തേ? എടി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇതേ ഹരീഷേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഹരീഷേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. കഴിഞ്ഞ 2 ദിവസം എന്നോട് എന്തൊരു സംസാരമായിരുന്നു. രാത്രി 3 മണിയായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേണ്ട എനിക്ക് സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രാത്രി വീണ്ടും എന്നെ പിടിച്ചിരുത്തി സംസാരിപ്പിച്ചില്ലേ? അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹരീഷേട്ടന് സങ്കടവും ദേഷ്യവും ഉണ്ടാവില്ലേ? എന്നിട്ടിപ്പം ഞാൻ വിളിച്ചു കഴിയുമ്പോൾ ഹരീഷേട്ടന് സംസാരിക്കാൻ സമയമില്ലല്ലേ എന്ന് ചോദിച്ചു. നീ ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഇങ്ങനെയുണ്ടോ ഒരു ശകനം മുടക്കിന്നൊക്കെ പറഞ്ഞിട്ട് വായി വന്ന ചീത്തയെല്ലാം പറയണം. ഓഹോ, അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് കാര്യമല്ലല്ലേ എന്ന് ചോദിച്ചു. അല്ല ഹരീഷേട്ടൻ പുറത്താണെന്ന് തോന്നല്ലോ. സത്യം പറ, ആരോടൊപ്പം ഹരീഷേട്ടൻ എന്ന് ചോദിച്ചു. നിന്റെ ഞാൻ പറയണില്ല എന്ന് പറഞ്ഞു ഫോൺ ഒറ്റ ഏറ് കൊടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നികേഷും സുഭാഷോട് ഓടി വന്നു. എന്താടാ ഹരീഷ്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ആരാ വിളിച്ചേ? ഒരു കസ്റ്റമർ. അതിന് ഫോൺ എന്തിനാ എറിഞ്ഞു പൊട്ടിച്ചേ? അങ്ങനെ നികേഷ് ആ ഫോൺ എടുത്ത് നോക്കി. ഫോൺ ഓഫായി പോയല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞ തലയിൽ കയറില്ല അയാളുടെ, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ടാന്ന് പറഞ്ഞു. ശരി, കഷ്ടമുണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും സുധീഷേട്ടൻ ഹരീഷേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചാലോ? അതിന് സുഭാഷേട്ടൻ്റെ നമ്പർ ഉണ്ടല്ലോ, അതുകൊണ്ട് ആ കാര്യം ഓർത്ത് പേടിക്കണ്ടെന്നൊക്കെ ഹരീഷ് പറയണം. അങ്ങനെ ബൈക്കിലേക്ക് വീണ്ടും കയറിയവർ വീണ്ടും അന്വേഷിച്ച് പോവുകയാണ്. ഈ സമയം നീതു വീണ്ടും വിളിച്ചിട്ട് ഹരീഷിനെ കിട്ടുന്നില്ല. ഓഹോ, അപ്പം അങ്ങനെയാണ് തൻ്റെ കോള് കട്ട് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചെന്ന് തോന്നേ. ഇപ്പം തന്നെ വേണ്ട, ഇത്ര നാൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. 2 ദിവസത്തെ ഇഷ്ടം മാത്രം ഉണ്ടായിരുന്നോളം തോന്നേ. അപ്പം താൻ ആരായി? തന്നെ വഞ്ചിച്ച് വേറെ ഏതോ പെണ്ണിൻ്റെ കൂടെ പോകാൻ തോന്നേ. അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു നീതുവിൻ്റെ മനസ്സിൽ. അതേപോലും ആകെപ്പാടെ തീ പിടിച്ച്
ഹരീഷ് സുഭാഷും ഒക്കെ നടക്കുക എന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ല. സുധീഷിനെ കാണാത്തതിന്റെ ടെൻഷനിലാന്നുള്ള കാര്യം. അവളുടെ വിചാരം അവളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഹരീഷ് കോള് കട്ട് ചെയ്തേന്നാ. ഈ സമയത്ത് സുധീഷിന് വല്ലാത്ത ടെൻഷനായിരുന്നു. ദാഹിക്കുന്നൊക്കെ ഉണ്ട്, എന്ത് ചെയ്യണം? സുധീഷ് വെള്ളം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 2-3 ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, വെള്ളമല്ലോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഒരുത്തന് ഓൾറെഡി പൂസുണ്ടായിരുന്നു, നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആടി അങ്ങോട്ട് നടക്കുന്ന സമയത്ത് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ താഴെ പോയി, പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന്. അവനതൊട്ട് അറിഞ്ഞതുമില്ല. കൃത്യം വന്ന് വീണ സുധീഷിൻ്റെ കാൽച്ചോട്ടിലേക്കാണ്. അവന്മാർ വെള്ളം മേടിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം സുധീഷ് നോക്കുമ്പോൾ ഫോൺ കിടക്കുന്നു. പെട്ടെന്ന് സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കയ്യും ബന്ധിച്ചിരിക്കുക, കാലും കെട്ടിയിട്ടുണ്ട്. പക്ഷേ സുധീഷ് പതുക്കെ എന്ത് ചെയ്തു, കാലും കൊണ്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ അടുപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ കുറേ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ കാലും കൊണ്ട് ഫോൺ ഇങ്ങനെ തട്ടി അടുത്തേക്ക് അടുപ്പിച്ചു. കാൽച്ചൂട്ടി വന്നു ഫോണ്. ഇനിയിപ്പോൾ അത് ഡയൽ ചെയ്യണം നമ്പർ. ആദ്യം ഹരീഷ് നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഹരീഷ് നമ്പറിലേക്ക് വിളിക്കണം. ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ്. ഫോൺ താഴെ എറിഞ്ഞ് പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ദൈവമേ, അവനെ വിളിച്ചിട്ട് കിട്ടുന്നല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സുഭാഷിൻ്റെ നമ്പർ കാണാപ്പാടെ അറിയാവോ? ഒന്ന് ആലോചിക്കുകയാണ്. ആദ്യം ഒന്ന് ഡയൽ ചെയ്തു, ശരിയായില്ല. വീണ്ടും ഡയൽ ചെയ്തു. ബെല്ലടിക്കുന്നുണ്ട്. ഇതേ സമയം എങ്ങോട്ട് പോകണം, എവിടെ പോയി അന്വേഷിക്കണം എന്നറിയത്തില്ലാതെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടിരിക്കുമായിരുന്നു ഹരീഷും സുഭാഷും നികേഷും ഒക്കെ. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. സുഭാഷിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കണ്ടപ്പോൾ ഹരീഷ് ചോദിച്ചു, ആരാ സുഭാഷ് ചേട്ടാ? പരിചയമില്ലാത്തൊരു നമ്പരാന്ന് പറഞ്ഞു. പരിചയമില്ലാത്ത നമ്പരോ? അതെ. എന്നാൽ കോൾ എടുക്ക്. വേണ്ടടാ, ഇത് മിക്കവാറും ആ ഭായി ആയിരിക്കും എന്ന് പറഞ്ഞു. ഭായിയോ? അതെ, ഒരു ഭായിയുണ്ട് ഞങ്ങളുടെ അവിടെ. അവിനാശിനെ പോലെ ഒന്നുമല്ല. അവനാണെങ്കിലോ പഠിച്ച കള്ളനാന്ന് പറഞ്ഞു. അവന് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ്. അവനോട് ഞാൻ പണിയാൻ വരണ്ടെന്ന് പറഞ്ഞു. വീണ്ടും അവനോടത്തും ജോലി കിട്ടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിക്കണമെന്ന് തോന്നേ. എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. സുധീഷിന് ഭയങ്കര ടെൻഷനായി. താൻ വിളിച്ചിട്ട് കോള് കട്ട് ചെയ്യുന്നില്ല. അല്ല, കോള് കട്ട് ചെയ്തിരിക്കുക. എപ്പോഴാണ് പുറത്തേക്ക് പോയ അവന്മാർ തിരികെ വരുന്നതെന്ന് അറിയത്തില്ല. അവന്മാർ വരുന്നതിന് മുമ്പ് വിളിച്ചവരെ കിട്ടുമായിരുന്നെങ്കിൽ. വീണ്ടും സുധീഷ് ട്രൈ ചെയ്യുക. വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ നികേഷ് ചോദിച്ചു, ആരാ സുഭാഷ് ചേട്ടാന്ന് ചോദിച്ചു. അതെ, വീണ്ടും അതേ നമ്പർ തന്നെയാണ്. ഹരീഷ് പറഞ്ഞ് എടുക്കുക. ഇനിയിപ്പോൾ അയാളല്ലെങ്കിലോ വേറെ ആരെങ്കിലും ആണെങ്കിലോ സുധീഷ് എങ്ങനും വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നതാണെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അവിടെ സുഭാഷ് കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങേ തലയ്ക്കുന്ന സുധീഷ്, ഹലോ സുഭാഷ് ചേട്ടാന്ന് വിളിച്ചു. ഒറ്റ കരച്ചിലായിരുന്നു. എടാ മോനെ, നീയോ? നീ ഇത് എവിടെയാന്നൊക്കെ ചോദിച്ചു. എനിക്കറിയില്ല, എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അതെ, എൻ്റെ ഫോൺ ലൗഡ് സ്പീക്കറാണ്, ഇച്ചിരി പതുക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു. കുണ്ടുകൾ ആരുടെയൊക്കെ പുറത്തുണ്ടെന്ന് തോന്നേ. അവരെപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിയത്തില്ല അകത്തേക്ക്. എടാ, നിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത്, എങ്ങോട്ടാ? അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊന്നും അറിയില്ല. പിന്നെ നിന്റെ എവിടെയാണെന്നറിയാവോ? പിന്നീട് വന്ന വഴി ഏകദേശം പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം സുഭാഷ് പറഞ്ഞു, ശരി, ഞങ്ങൾ നോക്കാം, ഞങ്ങൾ ആ വഴിക്ക് വരാമെന്ന് പറഞ്ഞു. എവിടെ എന്താണെന്നും അറിയത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇച്ചിരി പതുക്കെ സംസാരിച്ചില്ലെങ്കിൽ പണി പാളുമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരകത്തേക്ക് വരുന്ന ശബ്ദം കേട്ടെ പെട്ടെന്ന് സുധീഷ് പറഞ്ഞു, ഇത് ഞാൻ വെച്ചേക്കുമെന്ന് പറഞ്ഞ് കോള് കട്ടായി. ആ സമയം നികേഷ് പറഞ്ഞു, കോള് കട്ടായല്ലോ എന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, വേണമെങ്കിൽ അവരാരെങ്കിലും വന്ന് കാണുമായിരിക്കും അവിടെ. അതേന്ന് പറഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. കാരണം കൃത്യമായിട്ട് എവിടെ ഏത് വീട് അങ്ങനെയൊന്നും അറിയത്തില്ലെങ്കിലും ആ പരിസരത്ത് എവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ അവർ വണ്ടി തിരിക്കുവാണ്. ഇതേ സമയത്ത് ഗുണ്ടകൾ അങ്ങോട്ട് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിൻ്റെ കാലിൻ്റെ ചുവട്ടിലായിട്ട് ഫോൺ കിടക്കുന്നു. ഈ സമയം ഒരുത്തനെ ഫോൺ എടുത്തു. എടാ, ഇത് ഈ ഫോണ്. അയ്യോ, ഇത് എൻ്റെയാന്ന് പറഞ്ഞു അടുത്തവനെ. ഇതിങ്ങനെയാണ് ഇവിടെ വീണത്. അയ്യോ, എൻ്റെ പോക്കറ്റിന് താഴെ പോയതാന്ന് തോന്നേ, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എടാ, ഇവൻ്റെ കാൽച്ചൂട്ടിലാണ് കിടന്നത്, ഇവനിനി ആരെങ്കിലും വിളിച്ച് കാണുമോ? നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ നോക്കി കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്ത 2 നമ്പറിലേക്ക് കോള് പോയിട്ടുണ്ട്. ഒരു നമ്പർ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഇച്ചിരി സംസാരിച്ചിട്ടുണ്ട്. അതേ നോക്ക് ചേട്ടാ, ഇവൻ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെയാടാ നീ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് സുധീഷിട്ട് പോയി തല്ലുവാണ്. സുധീഷ് ഒന്നും മിണ്ടിയില്ല, സത്യം പറഞ്ഞോളാൻ പറഞ്ഞു. ഒടുവിൽ അവൻ എന്ത് ചെയ്തു, ആ നമ്പറിലേക്ക് എന്നെ വിളിക്കണം. സുഭാഷിൻ്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു. സുഭാഷ് പറഞ്ഞത് ആ നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ട്. ഹരീഷ് വഴി സുഭാഷയുടെ കോളെടുത്ത് ലൗഡ് സ്പീക്കർ ഇടുക, ഒന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ കോളെടുത്ത് ലൗഡ് സ്പീക്കർ ഇട്ടു. അങ്ങനത്തെ ഹലോ പറഞ്ഞു. അപ്പോഴേക്കും അവർക്ക് മനസ്സിലായി അത് സുധീഷിൻ്റെ ശബ്ദമല്ല, വേറെ ആരോ ആണ്. ഗുണ്ടകൾ പിടികൂടി എന്നുള്ള കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തവർ. ഹരീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം, അല്ലെങ്കിൽ അവൻ്റെ ജീവൻ ആപത്താന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് ഭയങ്കര ടെൻഷനായിപ്പോയി സുധീഷിന്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാം, ഏത് നിമിഷം വേണേലും. ഗുണ്ടകൾ ഒരുത്തൻ പുറത്തേക്ക് പോയിട്ട് അരുണിനെ വിളിക്കുകയാണ്. അരുണിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. സാറേ, ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്താ? ഞങ്ങൾ ഒരുത്തൻ്റെ ഫോൺ ഇവിടെ ചാടി പോയിട്ടുണ്ടായിരുന്നു, അവൻ ആ ഫോണിൽ നിന്ന് ആരെയോ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.
പ്രശ്നമാവുന്നോ തോന്നിയെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. അറിയാലോ അവനവൻ്റെ വീട്ടിലേക്കാണോ വിളിച്ചത് അതോ ഇനി പോലീസിനാണോ വിളിച്ചതെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. അവിടുന്ന് രക്ഷപ്പെട്ട് പോയിക്കോ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പോഴവനെ വഴിക്ക് വെച്ചും തട്ടേണ്ട സമയം പറയാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അവന്മാർ വന്നിട്ട് എന്ത് ചെയ്തു, സുധീഷിനെ കയ്യെ പിടിച്ച് നേരെ വണ്ടിയിലേക്ക് കയറ്റണം. കയറാമെന്നും പറഞ്ഞിട്ട് വയറ് സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിച്ചിരിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഹരീഷും നികേഷും സുഭാഷും ഒക്കെ നല്ല സ്പീഡ് ചീറിപ്പാഞ്ഞു വരുന്നേ. ഈ സമയത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ബൈക്കും ഈ വാഹനമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. ഇവർ സഞ്ചരിച്ച വാഹനമായിട്ട് എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. ഹരീഷും നികേഷും ഒക്കെ റോഡ് വീണു. അവർ സഞ്ചരിച്ചിരുന്ന ബൈക്കായിരുന്നു ഇടിച്ചത്. പെട്ടെന്ന് സുഭാഷിനും ദേഷ്യം വന്നു. ഒന്നാമത്തെ കാര്യം ആകെപ്പാട് ടെൻഷൻ അടിച്ച് പോകുന്ന സമയമല്ലേ. സുഭാഷ് ഇറങ്ങി വന്നിട്ട് വണ്ടിക്കാരോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളിത് എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്, നിനക്കെന്നാ മുഖത്ത് കണ്ണില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളമായി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേനാണ് നികേഷ് ആ കാഴ്ച കാണുന്നത്. കാറിനകത്ത് കാറിനകത്ത് സുധീഷ് തല പുറത്തേക്കിട്ട് ആ ഊന്നൊക്കെ വെക്കുന്നുണ്ട്. അയ്യോ ഇതേ സുധീഷ് ഏട്ടനെന്ന് വിളിച്ച് ഒരൊറ്റ അലർച്ചയായിരുന്നു നികേഷിന് സന്തോഷമായി. കാരണം ആ കാറിനകത്ത് സുധീഷ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ അവർ ആ കാറിനെ ഫോളോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടെ. എന്താണെങ്കിലും കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും, അവരെ പിടികൂടും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.